ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനിയുടെ പുതിയ എപ്പിസോഡില് ശാലിനിയെ പോകുന്ന വഴിക്ക് ശാലിനിയെ തടഞ്ഞു വെച്ച് 4-5 ഗുണ്ടകള് ആക്രമിക്കുകയാണ്. രാമേട്ടനെയും അനുപല്ലവിയെയും മറ്റുള്ള ആൾക്കാരെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെ ശാലിനിയെ ഉപദ്രവിക്കാൻ തുടങ്ങുമ്പോഴേക്കും അങ്ങോട്ടേക്ക് ഒരു ലോറി വരികയാണ്. എല്ലാവരും നോക്കുമ്പോ അതില് വിഷ്ണുവിനെ കാണുമ്പോ തന്നെ ശാലിനിക്ക് ആശ്വാസമാവുന്നുണ്ട്. കമലനും വിഷ്ണുവും കൂടെ നല്ല സ്റ്റൈലായിട്ട് വണ്ടിയിൽ നിന്ന് ഇറങ്ങും. ഇങ്ങനെ എല്ലാരും അങ്ങോട്ട് ശ്രദ്ധിച്ചോണ്ട് നിൽക്കുന്ന സമയം ശാലിനി അയാളെ പിടിച്ചു മാറ്റിയിട്ട് വിഷ്ണുട്ടാ എന്ന് വിളിച്ച് വിഷ്ണുവിന്റെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുക. വിഷ്ണുട്ട അവര് അങ്ങനെ അയാളേക്കും ആരാടാ നിനക്കെന്താ ഇവിടെ കാര്യം? വിഷ്ണു പറയും, ഞാനൊരു വഴിപോക്കനാ. നീ എന്തിനാ ആ മരങ്ങൾ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്? നീയല്ലേ എന്ന് വെക്കുമ്പോ അയാൾ പറയും, ആണെങ്കില് വിഷ്ണു പറയും, ആണെങ്കിലും ഒന്നുമില്ല, അതെടുത്തു മാറ്റിയാൽ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങ് പോകും. പക്ഷെ ഈ പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നത് ശരിയാണോ ആശാനെ? അപ്പൊ അയാൾ പറയും, ഈ കാട് ഞങ്ങളുടേതാ, അപ്പൊ ഞങ്ങൾ എന്തും കാണിക്കും. നിനക്കെന്താ ഈ സ്ഥലേ കുറച്ച് കുഴപ്പം പിടിച്ചതാ. ഇപ്പൊ പോയ മക്കൾക്ക് വീട് പിടിക്കാം, ഇല്ലെങ്കിലേ ഈ ലോറി അടക്കം അങ്ങ് അടിവാരത്ത് കിടക്കും. വിഷ്ണു പറയും, അതാരാ കിടക്കാൻ നമുക്ക് തീരുമാനിക്കാം. തൽക്കാലം അക്രമം പെണ്ണുങ്ങളോട് വേണ്ട. ഒരാള് അനുവിനിങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, അതാ വിഷ്ണു ഉദ്ദേശിച്ചത്. ആ കുട്ടിയെ വിട്ടേക്ക്, പിന്നെതാ ആ ചേട്ടനെയും വിട്ടേക്ക്. അപ്പൊ ആ ഗുണ്ട പറയും, അപ്പൊ വഴിതെറ്റി വന്നതല്ല, വഴി തെറ്റിക്കാൻ വന്നവരെ ഉന്നം വെച്ച് വന്നതാണ്. വിഷ്ണു പറയും, അത് പിന്നെ വണ്ടിപ്പണിയല്ലേ, ഇതുപോലൊരു പണി കാണുമ്പോ തിരിച്ചു പണിയാതെ പോകുന്നത് ആണുങ്ങൾക്ക് ചേർന്ന പണിയല്ലല്ലോ. ഗുണ്ട പറയും, അപ്പം മോൻ പണി വാങ്ങിച്ചേ പോകൂ. വിഷ്ണു പറയും, പണി വാങ്ങിച്ചിട്ടല്ല, പണി കൊടുത്തിട്ടേ പോകൂ എന്ന് പറയും. ഇവനെ പിടിച്ചൊരൊറ്റ ചവിട്ട് കൊടുക്കും. എന്നിട്ട് വിടടാ അവരെ. അതില് വേറൊരുത്തൻ അവളെ അവിടുന്ന് വിട്ടിട്ട് വിഷ്ണുവിനെ അടിക്കാൻ വരുമ്പോഴേക്കും കമല എന്ന് വിളിക്കുമ്പോ കമലൻ അവനെ തടുത്തു വെക്കുക. കമലന്റെ കയ്യിൽ നിന്നും ഒരെണ്ണം കിട്ടുന്നുണ്ട്. ശേഷം അനുവിനെ പിടിച്ച ആളെയും വിഷ്ണുവും കമലനും കൂടെ അടിച്ച് പഞ്ഞിക്കിടാണ്. അടി പണിയാക്കിയവന്റെ നേരെയാണോടാ മുട്ടാൻ വരുന്നത്? കമല, കുറെ കാലമായില്ലേ കൈയും കാലൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് ഇറങ്ങി നിന്നാൽ ആ ക്ഷീണൊക്കെ അങ്ങ് മാറ്റിയെടുക്കാം. പിന്നെ പഴയ അടവുകളൊന്നും മറന്നുപോയിട്ടില്ലല്ലോ, തല്ലൊന്നും തിരികെ വാങ്ങിക്കില്ലല്ലോ? ഇല്ല ആശാനെ, 3ാം ക്ലാസ് പഠിച്ച പാഠം മറന്നാലും ആശാൻ പഠിപ്പിച്ചു തന്ന അഭ്യാസ മുറകളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. വിഷ്ണു എന്നാലേ എടുത്ത് പെരുമാറിക്കോ, ഇനി ഇതുപോലൊരു അവസരം കിട്ടില്ല എന്ന് പറഞ്ഞ് കമലനും വിഷ്ണുവും കൂടെ അവിടെ ഒരു അടിപിടി പൂരാക്കാണ്. ശാലിനി അവന്മാരെങ്ങനെ ദേഷ്യത്തിൽ നോക്കി നിൽക്കുക. ശാലിനിയെ തല്ലിയവന്റെ കൈ രണ്ടും പിടിച്ച് വലിച്ചു ഒടിക്കുന്നുണ്ട് വിഷ്ണു. ശേഷം നല്ല സ്റ്റൈലിലാണ് കമലനും വിഷ്ണുവും കൂടെ അവന്മാരെ അടിച്ചു വീഴ്ത്തുന്നത്. അങ്ങനെ എല്ലാവരും നല്ല അടി അടിക്കുന്നുണ്ട്. ഈ സമയം ശാലിനിയെ തല്ലി അയാളുടെ ഷർട്ടിന്റെ അടിയിലായിട്ട് ഒരു കത്തി വെച്ചിട്ടുണ്ട്. വിഷ്ണു വേറൊരുത്തിനെ തല്ലുമ്പോ വിഷ്ണുവിനെ കുത്താനായിട്ട് അത് എടുക്കണേ. ഇത് ശാലിനി കാണും. അങ്ങനെ അയാള് ഡാ എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പിടിച്ചു വലിച്ച് കുത്താൻ തുടങ്ങുമ്പോഴേക്കും വിഷ്ണുട്ടാ എന്ന് വിളിച്ച് ശാലിനി വന്ന് അവിടെ നിൽക്കുമ്പോ ആ കുത്ത് കിട്ടുന്നത് ശാലിനിക്കാണ്. ശാലിനി എന്ന് വിളിച്ച് വിഷ്ണു ആകെ ഷോക്കായി പോകും. ശേഷം ഡാ എന്ന് വിളിച്ച് അവരൊരൊറ്റ ചവിട്ട് കൊടുക്കും. അങ്ങനെ കമലനെ അവനെ പിടിച്ച് തല്ലുന്നുണ്ട്. വിഷ്ണു ശാലിനി എന്ന് വിളിച്ച് ശാലിനിയെ ഇങ്ങനെ വിളിക്കുന്നുണ്ടെങ്കിലും ശാലിനി തളർന്നു വീണു പോവാ. വിഷ്ണു അപ്പൊ പറയുന്നുണ്ട്, വിടല്ലേ കമല അവനെ. എന്നാപ്പോഴേക്കും അവന്മാരെ ശാലിനിയെ ഉപദ്രവിച്ചു കഴിഞ്ഞല്ലോ, അവിടുന്ന് ഓടിപ്പോവാണ്. ഏട്ടത്തിന്നെ എന്ന് വിളിച്ച് വിഷ്ണുവും വരും. അനുപല്ലവിയും രാമേട്ടനും ഇങ്ങനെ മാറി മാറി വിളിക്കുന്നുണ്ട്. വിഷ്ണുവും കമലം പറയും, ഹോസ്പിറ്റലിൽ എത്തിക്കണം ആശാനെ. വിഷ്ണു പറയും, വണ്ടി എടുക്കടാ. അങ്ങനെ വിഷ്ണു ശാലിനി അവിടുന്ന് കോരിയെടുക്കും. അങ്ങനെ അവര് ഹോസ്പിറ്റലിലേക്ക് പോവാ. ഇതേ സമയം ശാരദാമ്മ ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥനയിലാ. ഈ സമയം ഒരു ഓട്ടോറിക്ഷ ആ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. ഓട്ടോയിൽ വന്നത് പിള്ളച്ചേട്ടനും രാഘവൻ സാറും കൂടിയാ. ശാരദാമ്മ അവിടെ ഭഗവാന്റെ മുന്നില് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഒരാൾക്കും സങ്കടവും ബുദ്ധിയും കൊടുക്കല്ലേ. രോഹിത്തിന് നല്ല ബുദ്ധി തോന്നി ശ്യാമയുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. വിഷ്ണുമോനും ശാലിനിക്കും കുട്ടികൾക്കും ഒന്നിച്ചു കഴിയാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാക്കി തരണം. അങ്ങനെ പ്രാർത്ഥിച്ചു വരുമ്പോഴായിരിക്കും രാഘവേട്ടനെ കാണുന്നത്. രാഘവേട്ടൻ ഇവിടെ. അപ്പോ രാഘവേട്ടൻ പറയും, മനസ്സ് വല്ലാണ്ട് അസ്വസ്ഥമാകുമ്പോ ഇവിടെ വരാറുണ്ട്, പ്രാർത്ഥിക്കാനല്ലേ നമുക്ക് പറ്റൂ. അനുഗ്രഹം തരണോ വേണ്ടോ എന്നുള്ള തീരുമാനം ഈശ്വരന്മാർക്കാണല്ലോ. പറഞ്ഞിട്ടും കാര്യമില്ല, നല്ലതൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെങ്ങനെയാ അവര് സഹായിക്കുന്നത്? പിള്ളച്ചേട്ടനോട് വഴിപാട്ട് ചീട്ടാക്കിട്ട് വരാനായിട്ട് അവിടുന്ന് പറഞ്ഞയക്കാം. ശാരദ പറയും, ഇനി കുറച്ച് സാവകാശമെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നല്ലേ. രാഘവേട്ടൻ പറയും, ഇനി ഇതൊന്നും പ്രതീക്ഷിക്കണ്ട, എപ്പോ വേണമെങ്കിലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങാം. അവിടെ ഇപ്പൊ പലരും പല ധ്രുവത്തിലാണ് ജീവിക്കുന്നത്. ഇപ്പൊ തന്നെ ബാമ അറിയാതെയാ അയാളെ കൂട്ടി ഞാനിങ്ങോട്ട് വന്നത്. അവിടെ നിന്ന് ഇറങ്ങിയാൽ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയില്ല. പപ്പിയോടും ക്ഷമയും. രാഘവേട്ടൻ പറയും, ശാരദാമേ തുറന്നു പറയാലോ, വല്ലാത്തൊരവസ്ഥയിലൂടെയാ അവിടെയുള്ള ഓരോരുത്തരും ഓരോ ദിവസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതാ കുഞ്ഞിനെയും ബാധിക്കും. അവളുടെ അച്ഛനെ കണ്ടിട്ട് ദിവസങ്ങൾ എത്രയായി? ശാരദ പറയും, രോഹിത് ഒരു തരത്തിലും ക്ഷാമയും മോളുമായിട്ട് അടുക്കുന്നില്ലെന്നാ പറയുന്നത്. രാഘവേട്ടൻ പറയും, അവൻ വീട്ടിലേക്ക് പോലും വരുന്നില്ല. തെറ്റിദ്ധാരണയാ, പറഞ്ഞാലൊട്ടും മനസ്സിലാവേയില്ല. ശാരദാമേ, എനിക്ക് ശാരദാമ്മയുടെ ഒരു അപേക്ഷയുണ്ട്. ശ്യാമയും പപ്പിമോളെയും ശാരദാമ്മ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോണം. അയ്യോ രാഘവേട്ട, അത്. രാഘവേട്ടൻ പറയും, എന്റെ ഒരു അപേക്ഷയാ, അവിടെ നിർത്തി അവരെ കണ്ണീര് കുടിപ്പിക്കരുതല്ലോ. ഇത് ഞാൻ മനസ്സിൽ തട്ടി പറയുന്നതാ. അവരുടെ കാര്യത്തിൽ എനിക്ക് അത്രയ്ക്ക് ദണ്ണുള്ളതുകൊണ്ടാ ഞാനീ പറയുന്നതേ.
പിന്നെ വേറൊരു അർത്ഥത്തില് ശാരദാമ്മ അത് എടുക്കുകയും ചെയ്യരുത്. ശാരദാമ്മ പറയും, എന്തിനാ രാഘവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ കൊണ്ടുപോയിക്കോളാം അവരെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ. ശാരദാമ്മയെ കണ്ടത് എന്തായാലും നന്നായി. മനസ്സിൽ വിഷമൊക്കെ പറഞ്ഞപ്പോ ഒരു ആശ്വാസം. അപ്പോഴേക്കും പിള്ളച്ചേട്ടൻ അവിടേക്ക് എത്തും. രസീതായിട്ടുണ്ട്. രാഘവേട്ടൻ പറയും, ഇനിയിപ്പോ ബാക്കി ഭഗവാന്റെ മുന്നിൽ പറയാം. അങ്ങനെ അവരവിടുന്ന് പോകുക. അപ്പോഴേക്കും ശാരദാമ്മയുടെ അടുത്തേക്ക് തിരുമേനി വരും. ശാരദാമ്മ, ശാലിനിയും ഭർത്താവും കുഞ്ഞുമൊക്കെ ഇപ്പൊ ഒരുമിച്ചല്ലേ താമസം? ശാരദാമ്മ പറയും, വിഷ്ണു ഇന്നൊരു പുതിയ ജോലിക്ക് കയറുക, അതിനാ അവന്റെ പേരിൽ പൂജ നടത്തിയത്. തിരുമേനി ഇരുവരുടെയും സമയം നോക്കിയായിരുന്നോ? തിരുമേനി പറയും, മരുമകന്റെ സമയം നല്ലതാ, പക്ഷെ ശാരദാമ്മേ മോളുടെ സമയം അത്ര നല്ലതല്ല. ശാരദാമ്മയ്ക്ക് ഇത് കേൾക്കുമ്പോ തന്നെ പേടിയാവുന്നുണ്ട്. തിരുമേനി പറയും, മരുമകൻ ഉദിച്ചുദിച്ചു കയറും. മരുമകനിൽ കാണിച്ചിരിക്കുന്ന കയറ്റത്തിന് ഇറക്കം സംഭവിച്ചിരിക്കുന്നത് മകൾക്കാണ്. സമയം വളരെ മോശമാണ്. ഒന്ന് സൂക്ഷിക്കുന്നതും നല്ലതാ. ശാരദാമ്മ ടെൻഷനാവോ? തിരുമേനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വല്ല വഴിപാടും കഴിപ്പിച്ച് മാറ്റാൻ പറ്റുന്ന ദോഷാണോ? തിരുമേനി പറയും, പ്രാർത്ഥിക്ക, അതേ എനിക്കിപ്പോ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവിടുന്ന് പോവാണ്. ഇത് കേൾക്കുമ്പോ ശാരദാമ്മ ടെൻഷനോട് കൂടി പ്രാർത്ഥിക്കുക, ദേവി ചെറിയൊരു സന്തോഷം തന്നത് എന്നെ ഇങ്ങനെ സങ്കടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ? ഒരുപാട് നാളുകൾക്ക് ശേഷം ഒന്നിച്ചൊരു ജീവിതം തുടങ്ങാൻ പോവാണ് അവര്. കാത്തു രക്ഷിച്ചേക്കണേ എന്നിങ്ങനെ ഭയങ്കര സങ്കടത്തിൽ പ്രാർത്ഥിക്കണേ. ഇതേസമയം വിഷ്ണു ശാലിനി ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. ശാലിനിക്ക് ഇപ്പൊ ബോധമില്ല. വിഷ്ണു ആണെങ്കിൽ ശാലിനിക്ക് ഇങ്ങനെ പറ്റിയതില് ആകെ തളർന്നിട്ടുണ്ട്. ശാരദാമ്മ ഭഗവാനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥനയിലാ. ദേവി അരുതാത്തതൊന്നും സംഭവിക്കരുത്, എന്റെ കുഞ്ഞിനെ കാത്തോളണേ, അവളുടെ ആയുസിന് ഒരു കോട്ടവും വരുത്തല്ലേ. നീ വേണമെങ്കിൽ എന്റെ ജീവൻ അങ്ങ് എടുത്തു, എന്നാലും എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരാപത്തും വരുത്തരുത്. ഇത് സമയം ശാലിനിയെ ഐസിയുലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല. ഓക്സിജൻ ഒക്കെ കൊടുത്തോണ്ടിരിക്കണേ. ഡോക്ടേഴ്സ് മാറി മാറി നോക്കുന്നുണ്ട്. വിഷ്ണുവും കമലനൊക്കെ ടെൻഷനോട് കൂടി പുറത്തിരിപ്പുണ്ട്. ശാലിനി എന്ന് വിളിച്ചൊരു ഭ്രാന്തനെ പോലെ നിൽക്കുമ്പോ ആശൻ എന്താ കാണിക്കുന്നത്? ആശ സമാധാനായിട്ടിരിക്കേ. ഏട്ടത്തമ്മയ്ക്ക് ഒന്നും വരില്ല, വരാൻ നമ്മൾ സമ്മതിക്കില്ല. എങ്കിലും വിഷ്ണുവിന്റെ സമാധാനം ഇല്ല. ശാലിനി ഇങ്ങനെ അതിനകത്തേക്ക് നോക്കുന്നുണ്ട് വിഷ്ണു. ഇതിനുശേഷം പിന്നീട് കാണിക്കുന്നത് സുസ്മിത വീട്ടിലെ നല്ലൊരു വാർത്ത പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് TV ഓൺ ചെയ്യാം. സംസ്ഥാനത്ത് ഗുണ്ട വിളയാട്ടം. കളക്ടർ ശാലിനി വിഷ്ണുവിനെ തടഞ്ഞു നിർത്തി ഗുണ്ടകളുടെ ആക്രമണം. ഇതിൽ ജില്ലാ കളക്ടർ ശാലിനി വിഷ്ണുവിനെ കുത്തേറ്റു. ഇത് കേൾക്കുന്ന സുസ്മിത ഞെട്ടലോടുകൂടി സന്തോഷിക്ക. ഇത് കേൾക്കുന്ന രോഹിത് ഞെട്ടിപ്പോവും. സുസ്മിത ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ന്യൂസിൽ പറയണേ, 4 അംഗ സംഘത്തിന്റെ ആക്രമണത്തിൽ കളക്ടറുടെ നില അതീവ ഗുരുതരം. പോലീസ് പ്രതികളെ പിടികൂടിയെങ്കിലും പ്രതികൾ കാരണം എന്താണെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത വധശ്രമമാണെന്ന് ACP ചന്ദ്രബോസ് ഞങ്ങളുടെ ലേഖകനോട് പറഞ്ഞു. അപ്പൊ സുസ്മിത പറയും, എവിടെ വരാന്? അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നു. പതിവ് വാചകങ്ങളിലൂടെ പത്രങ്ങൾ നിറയ്ക്കാൻ ഒരു വാർത്തയായി. രോഹിതയ്ക്കും, നിങ്ങളാണോ ഇത് ചെയ്തത്? സുസ്മിത, നിങ്ങളാണോ ഇത് ചെയ്തതെന്നാ ചോദിച്ചത്. സുസ്മിത പറയും, കളക്ടർക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും, അതിലാരെങ്കിലും ഒരാളായിരിക്കും പണി കൊടുത്തിരിക്കുന്നത്. എന്തായാലും പ്രതികളെ എല്ലാവരും പിടിച്ചില്ലേ? അപ്പൊ അവര് പറയും, ആര് പറഞ്ഞിട്ടാ ചെയ്തതെന്ന്. അപ്പോഴേക്കും ചന്ദ്രബോസ് അങ്ങോട്ട് എത്തുന്നുണ്ട്. രോഹിത് പറയും, ഇല്ല, ഇത് നിങ്ങൾ തന്നെ ചെയ്തതാ. ശാലിനി വീണെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും പറഞ്ഞതും അതിനുവേണ്ടി പ്ലാൻ ചെയ്തതൊക്കെ നിങ്ങൾ തന്നെയാ. പറ, ചന്ദ്രബോസ് ആണോ ഇതിന്റെ പിന്നിലെ? സുസ്മിത മൈൻഡ് ചെയ്യാണ്ടിരിക്കുമ്പോ രോഹിത് വീണ്ടും ചോദിക്കും, ചന്ദ്രബോസ് ആണോ ഇതിന്റെ പിന്നിലെന്ന്. അത് കേട്ട് വരുന്ന ബോസ് പറയും, ഡാ അതേടാ, ഞാൻ തന്നെയാ ചെയ്തത്, നിനക്ക് എന്നെ എന്തെങ്കിലും ചെയ്യണോ? ചെയ്യടാ എന്ന് പറഞ്ഞ രോഹിത്തിന് നേരെ പോകുമ്പോഴേക്കും ചിറ്റപ്പ എന്ന് വിളിച്ച് സുസ്മിത തടയ. അവന്റെ കുഞ്ഞേച്ചിയോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചതല്ലേ. പാവം, വിവരറിഞ്ഞപ്പോ ഈ ഒരു വികാര പ്രകടനെങ്കിലും അവൻ കാണിക്കണ്ടേ. ബോസ് പറയും, കാണിച്ചോട്ടെ, അതിനുവേണ്ടി ഇങ്ങനെ ബഹളം വെക്കുന്നത് എന്തിനവൻ? ഡാ, ഇങ്ങനെയൊക്കെ നീങ്ങലേ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ പറ്റൂ, മനസ്സിലായടാ അവന്റെ ഒരു കുഞ്ഞേച്ചി സ്നേഹം എന്ന് പറഞ്ഞ ബോസ് അവിടുന്ന് പോകും. രോഹിത്തിന് ഇപ്പൊ ഒന്നും പറയാനും പറ്റുന്നില്ല. എന്നാ ഇതില് നല്ല സങ്കടമുണ്ട്. സുസ്മിത രോഹിത്തിനെ നോക്കി ബോസിന്റെ അടുത്തേക്ക് പോവാ. സുസ്മിത വന്നിട്ടേക്കും 4 അംഗ സംഘ അക്രമികൾ പിടിക്കപ്പെട്ടു എന്നും കേട്ടു. അതിലൊരു മുന്നറിയിപ്പുണ്ടോ? എന്തെങ്കിലും ഒരു സൂചന? സേഫ്റ്റിക്കായിട്ട് എന്തെങ്കിലും കരുത്തി വെക്കണമെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. ബോസ് പറയും, ഒന്നും വേണ്ടടി, പിടിക്കപ്പെട്ടവരെ നമുക്ക് വിശ്വസിക്കാം, നമ്മളുടെ ആരുടെയും പേര് അവര് പറയില്ല. സുസ്മിത പറയും, വല്ല അടിയും ഇടിയൊക്കെ കൊള്ളുമ്പോ ബോസ് പറയും, എടി അവന്മാരെ വെട്ടിയിട്ടാ പോലും അവര് നമ്മുടെ പേര് പറയില്ല, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സുസ്മിത പറയും, ചിറ്റപ്പന്റെ കേസാവുമ്പോ വേണ്ട രീതിയിൽ ചിറ്റപ്പൻ അത് കൈകാര്യം ചെയ്യുന്നൊക്കെ അറിയാം. എങ്കിലും ഒന്ന് ചോദിക്കാ, ശാലിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ചാകോ അതോ തളർന്നു കിടക്കോ? ബോസ് പറയും, കുത്തെ കൊടുത്തവന്റെ കണക്കുകൂട്ടലനുസരിച്ച് ചാകാതെ ചാവും, അതാണ് ആ കുത്തിന്റെ ഒരു രീതി. ഇപ്പൊ കാര്യങ്ങൾ നേരെ വന്ന് നീക്കാനോ നമ്മുടെ പ്രധാന എതിരാളി ശരശയ്യായില്ലേ. ഇനി ആ തള്ളയും തന്തേനെയും എപ്പോ വേണമെങ്കിലും അവിടെ നിറക്കാം. ഒരാളും തടസ്സം പറയാനായിട്ട് അങ്ങോട്ട് വരില്ല. അപ്പോ ഈ സന്തോഷം നമ്മുടെ ADM-നെ വിളിച്ചൊന്ന് അറിയിക്കണ്ടേ? ബോസ് പറയും, അറിയിക്കി. എന്നിട്ട് ശരശയില് കിടക്കുന്ന ശാലിനി വിഷ്ണുവിന് നിത്യവിശ്രമം കൊള്ളാനെ മുട്ടിപ്പായിൽ പ്രാർത്ഥിക്കാൻ പറ. വിളിക്ക്. അങ്ങനെ സുസ്മിത ഫോണെടുത്ത് വിളിക്കും. അപ്പൊ തന്നെ അയാള് പറയും, അറിഞ്ഞു, കളക്ടറെ എഴുത്തിയല്ലേ. സുസ്മിത പറയും, സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിലും കൂരയ്ക്ക് കുറുകെ വന്നാലേ വെട്ടിക്കളയാതെ വേറെ മാർഗമില്ലല്ലോ. ഇതിപ്പോ കുറുകെ ചാടിയത് ഒരു കുറുനരിയാ, പക്ഷെ കുഴപ്പാണെന്ന് മനസ്സിലാക്കിയപ്പോ ഒരു ചെറിയ തടയിട്ടതാ, അതങ്ങ് ഏറ്റു. ഇനി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നേരാവണ്ണം നടത്തിക്കൂടെ? അപ്പൊ അയാൾ പറയും, നടത്താം. ഇന്നു മുതലേ ഐശ്വര്യ
തീർച്ചയായിട്ടും നമുക്ക് അതിന്റെ പണിയും തുടങ്ങാം. സുസ്മിത പറയും തുടങ്ങണം, ഇനി കളയാൻ നമ്മുടെ കയ്യിൽ സമയമില്ല. എന്നാ പിന്നെ പറഞ്ഞതുപോലെ കാര്യങ്ങൾ വേഗത്തിലായിക്കോട്ടെ. ഓക്കെ എന്ന് പറഞ്ഞാൽ കോള് കട്ട് ചെയ്യാം. സുസ്മിത ബോസിനോട് പറയും ADM പണി തുടങ്ങിക്കഴിഞ്ഞു, ഇനി ജപ്തി ഒന്ന് വിളംബരം നടത്തിയാൽ മാത്രം മതി. ഇത് കേട്ട് വരുന്ന രോഹിത് പറയും ഇത് ചതിയാണ്. ബോസ് പറയും അതേടാ ചതിയാണ്, നല്ല ഒന്നാന്തരം ചതി. ആ ചതിയുടെ പങ്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ പോകുന്നത് നീ തന്നെയാ. കൂടുതൽ പുണ്യാവനാവാൻ നിക്കല്ലേ മോനെ, എന്നാലേ ഈ പുണ്യം മാത്രമേ ബാക്കിയുണ്ടാവൂ, മിച്ചൊന്നും ഉണ്ടാവില്ല. ഇനി ഞങ്ങളെ ഒറ്റിയാൽ നീയോ ഉണ്ടാവില്ല. അതില് പിന്നെ രോഹിത്തിനൊന്നും പറയാൻ പറ്റുന്നില്ല. ബോസ് സമയം നോക്കിട്ട് പറയും ഇത്രയും സമയമായോ? കളക്ടറുടെ ജീവൻ രക്ഷിക്കേണ്ടത് നിയമപാലകനായ എന്റെയും കൂടെ കടമയാണേ. സുസ്മിതയും സംരക്ഷകരും ആരാചാരും ഒരാളാവുമ്പോ തിരക്ക് കൂടും. ബോസ് ചിരിച്ചിട്ട് പറയും സൃഷ്ടി സ്ഥിതി സംഹാരം, അതാണ് ത്രിമൂർത്തികൾ. ഇതിലെ സൃഷ്ടിയെ മാത്രം ഒഴിച്ചു നിർത്തിയ പിന്നെ സംരക്ഷണവും സംഹാരവും ഈ വിരൽ തുമ്പിലാണ്. എന്തൊരു വിരോധാഭാസം അല്ലെ? എന്തിങ്ങനെ പറയുന്നതും ഷാലിനിയുടെ ക്രിട്ടിക്കൽ നിലയിൽ കിടക്കുന്നതും കാണിച്ചുകൊണ്ടാ ഈ ഭാഗം കഴിയുന്നത്. അപ്പോ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്